എഡ്യൂസ്പെക്ട്രത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ അഡിഷനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെയാണ് അഡിഷൻ എന്തൊക്കെ തന്നെയായിരുന്നു റൂള്, അത് തന്നെയാണ് സബ്ട്രാക്ഷൻ്റെ റൂള്. അപ്പോൾ ആദ്യം ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണെന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. മേലത്തെ നമ്പേഴ്സ് 4 ഇടയിലുള്ള സൈനായ മൈനസ് അതുപോലെ തന്നെ ഇടുക, -2. അപ്പോൾ 4 - 2 എത്രയാണ്? 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. 2 / 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എന്താണ്? അഡീഷനിൽ ചെയ്ത അതേ സ്റ്റെപ്പുകൾ. ആദ്യം എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ നോക്കുക. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. അത് അതുപോലെ തന്നെ താഴെ എഴുതുക. 4 - 2 അതുപോലെ എഴുതുക. 4 - 2 എത്രയാണെന്ന് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 2/3 എന്ന് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. അതും അഡീഷൻ്റെ സ്റ്റെപ്പുകൾ ചെയ്തതുപോലെ തന്നെയാണ്. ആദ്യം എന്താണ്? ഫ്രാക്ഷൻ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇവിടെ 5 ആണ്, ഇവിടെ 15 ആണ്. അപ്പോൾ ഈ 5നെ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ പറ്റും? 15ലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ നമ്പറിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 3 × 3 / 3 × 5 -7/15 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. 3 × 3 എത്രയാണ്? 3 × 3 9 ആണ്. / 3 × 5 എത്രയാണ്? 15 ആണ്. -7 / 15. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ രണ്ട് ഡിനോമിനേറ്ററും എന്തായിട്ടുണ്ട്? സെയിം ആയിട്ടുണ്ട്. അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എടുത്തെഴുതുക. മേലത്തെ 9 -7 അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ 9 - 7 എത്രയാണ്? മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2 / 15 എന്ന് കിട്ടും. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്ത അതേ സ്റ്റെപ്പ്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. മേലത്തെ നമ്പേഴ്സിനെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് എഴുതുക. അപ്പോൾ മൂന്നാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. മൂന്നാമത്തെ എക്സാമ്പിൾ എന്താണ്? 5 / 7 -2/3 എന്നുള്ളതാണ്. അതിൽ നമുക്ക് നോക്കുക ഡിനോമിനേറ്റർ എങ്ങനെയെങ്കിലും സെയിം ആക്കാൻ പറ്റുമെന്ന് നോക്കുക. സെയിം ആക്കാൻ പറ്റത്തില്ല. ആ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ നോക്കുന്ന മെത്തേഡാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. എന്തായിരുന്നു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്? ഇവിടുത്തെ രണ്ടാമത്തെ ടൈമിൻ്റെ ഡിനോമിനേറ്ററും ഉണ്ട്, ആദ്യമത്തെ ടൈമിൻ്റെ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ 5 × 3 എന്ന് എഴുതുക. ഇടയിലത്തെ അവിടെ പ്ലസ് ആയിരുന്നു, അഡീഷനിൽ എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു. ഇവിടെ ചെയ്യേണ്ടത് മൈനസ് ആണ്. ഒന്നാമത്തെ ഡിനോമിനേറ്ററും ഉണ്ട്, രണ്ടാമത്തെ ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. 2 × 7 / രണ്ട് നമ്പേഴ്സിൻ്റെയും ഡിനോമിനേറ്ററുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. 7 × 3. അപ്പോൾ 5 × 3 എത്രയാണ്? 5 × 3 15 ആണ്. 15 - 2 × 7 എത്രയാണ്? 14 ആണ്. 14 / 7 × 3 എത്രയാണ്? 21 ആണ്. 15 നിന്ന് എന്ത് ചെയ്യണം? 14 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ആൻസർ 1 എന്ന് കിട്ടും. 1/21 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അഡീഷനിൽ ചെയ്ത പോലെ തന്നെയാണ്. രണ്ട് നമ്പേഴ്സിനെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത്? രണ്ടാമത്തെ നമ്പറിൻ്റെ ഡിനോമിനേറ്ററിനെ ഒന്നാമത്തെ നമ്പറിൻ്റെ ന്യൂമറേറ്ററിനെ ആയിട്ട് ഇൻറ്റു ചെയ്യുക. അത് ഇൻറ്റു ചെയ്ത് എഴുതി പോവുക കേട്ടോ. പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്ത് തന്നെ എഴുതി പോവുക. അതിനുശേഷം മൈനസ് അതുപോലെ ഇടുക. ഒന്നാമത്തെ നമ്പറിൻ്റെ ഡിനോമിനേറ്ററിനെ രണ്ടാമത്തെ നമ്പറിൻ്റെ ന്യൂമറേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഹോൾ / രണ്ട് നമ്പറിൻ്റെയും ഡിനോമിനേറ്റർ തമ്മിൽ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്ത് എഴുതുക. ഓക്കെ, ഇവിടെ 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. മൈനസ് അതുപോലെ ഇട്ടു. 2 × 7 എന്ന് പറയുന്നത് 14 ആണ്. / 7 × 3 എന്ന് പറയുന്നത് 21 ആണ്. 15 നിന്ന് 14 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. / 21. ഇത് നമുക്ക് ചെറുതാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ചെറുതാക്കാനൊക്കെ പറ്റുമായിരുന്നെങ്കിൽ ഇത് ഏതൊരു നമ്പറിനെയും നമുക്ക് ഇനിയും ചെറുതാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതിനെ ചെറുതാക്കി ചെറിയ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചെറുതാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 1/21 എന്ന് പറഞ്ഞ് ആൻസർ എഴുതി നിർത്താം.